മലപ്പുറം ജില്ലയിലെ തിരുനാവയിൽ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ആൽത്തറയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ദൂരെ നിന്നും പരന്നൊഴുകി വരുന്ന വിശാലമായ ഭാരതപ്പുഴയാണ് നമ്മുടെ മുൻപിൽ. പുഴയുടെ അങ്ങേയറ്റത്ത് നീണ്ടുകിടക്കുന്ന ഒരു മണൽപ്പരപ്പിൻ്റെ വിദൂര ദൃശ്യവും നമുക്ക് കാണാൻ കഴിയും. ആ മണൽപ്പരപ്പിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏകദേശം 270 വർഷങ്ങൾക്ക് മുൻപ് നിലച്ചുപോയ ഒരു ഉത്സവം, മഹാമാഘം, നിളയുടെ തീരങ്ങളിൽ പുനർജനിക്കുകയാണ്. പുഴ കടക്കാൻ തോണി മാത്രമാണ് വഴിയെങ്കിലും ഈ മഹാമഹാ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു താൽക്കാലിക പാലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മണൽ ചാക്കുകളും ടിൻ ഷീറ്റും കവുങ്ങിൻ കഷ്ണങ്ങളും നിരത്തി ഉണ്ടാക്കിയ ഈ പാലം ഏകദേശം 300 മീറ്ററോളം നീളത്തിലാണ്. തിരുനാവയിൽ വന്നിറങ്ങുമ്പോൾ മുതൽ എപ്പോഴും എവിടെയും നമ്മളെ സഹായിക്കുവാനായി സേവാഭാരതി പ്രവർത്തകരുടെ സന്നദ്ധ മുഖമാണ് നമ്മളെ വരവേൽക്കുന്നത്. ദിവസവും വള്ളത്തിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ചേട്ടനാണ് പണി ഉപേക്ഷിച്ച് തീർത്ഥാടകരെ സഹായിക്കുവാനായി ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ചരിത്ര സംഭവങ്ങളും ഐതിഹ്യങ്ങളും കഥകളും ഇടചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് തിരുനാവയിലെ നിളയുടെ ഈ തീരം. നമ്മളിപ്പോൾ ഈ പുഴ മുറിച്ച് നടന്നു കയറുന്ന മണൽപ്പരപ്പ് മനുഷ്യർക്ക് മാത്രമല്ല ദേവതകൾക്ക് വരെ പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് വിശ്വാസം. ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും ഉത്സവങ്ങളും നടന്നിരുന്ന സ്ഥലം. ആദ്യ യാഗം നടത്തിയത് സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെയെന്നാണ് ഐതിഹ്യം. പിന്നീട് ദേവഗുരുവായിരുന്ന ബൃഹസ്പതിയായിരുന്നു എല്ലാ വ്യാഴവട്ടക്കാലത്തിലും നടന്നുകൊണ്ടിരുന്ന മാഘമഹോത്സവത്തിൻ്റെ അധ്യക്ഷൻ. കാലം കടന്നുപോകെ ദേവതുല്യരായ പെരുമാക്കളെ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് പെരുമാക്കളെ അധ്യക്ഷസ്ഥാനം ഏൽപ്പിച്ച് ബൃഹസ്പതി പിന്മാറി. 12 വർഷം കൂടുമ്പോൾ നടന്നുകൊണ്ടിരുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിൽ കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളും അവതരിപ്പിച്ചു പോന്നു. വിവിധ ഇനത്തിലുള്ള നൃത്തരൂപങ്ങളും കളരിപ്പയറ്റും കായികാഭ്യാസങ്ങളും ശാസ്ത്ര സംവാദങ്ങളും വിദ്യൽ സദസ്സുകളും മഹാമഹോത്സവത്തിൻ്റെ പ്രധാന വിഷയങ്ങളായിരുന്നു. ഒപ്പം തെക്കേ ഭാരതത്തിൻ്റെ വാണിജ്യമേളയായും മാഘമഹോത്സവം മാറി. കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും തിരുനാവയിലെ മാഘമഹോത്സവത്തിൽ ഒത്തുകൂടി ഇഷ്ടദേവന്റെ മുന്നിൽ 12 വർഷത്തെ സ്വന്തം രാജ്യത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പോന്നു. ഇനിയുള്ള ഒരു വ്യാഴവട്ടക്കാലം കാലാവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ജ്യോതിഷത്തിലൂടെ അറിഞ്ഞ് കൃഷിയിലും ജീവിത രീതിയിലും എടുക്കേണ്ടതായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മഹോത്സവത്തിൽ വെച്ച് തീരുമാനിക്കും. ഒപ്പം അടുത്ത 12 വർഷത്തേക്ക് പെരുമാളെ തിരഞ്ഞെടുക്കാനുള്ള അഭിഷേക വേദിയായും മാഘമഹോത്സവം മാറി. എന്നാൽ അവസാനത്തെ പെരുമാളായ ചേരമാൻ പെരുമാൾ സ്വർഗം പുകിയതോടെ മാഘമഹോത്സവത്തിന് അധ്യക്ഷനായി പെരുമാളില്ലാതായി. പിന്നീട് നിലപാട് തറയിൽ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുവാനായി വള്ളുവനാടിൻ്റെ രാജാവായ വള്ളുവ കോനാതിരിയെ അധികാരം ഏൽപ്പിച്ചു. എന്നാൽ ഒരു മാഘമഹോത്സവക്കാലത്ത് സാമൂതിരി വള്ളുവ കോനാതിരിയെ സ്ഥാനഭ്രഷ്ടനാക്കി അധ്യക്ഷസ്ഥാനം പിടിച്ചെടുത്തു. പിന്നീട് മാഘമഹോത്സവം രാജാക്കന്മാർ തമ്മിലുള്ള അധികാരമാറ്റത്തിൻ്റെയും കിടമത്സരത്തിൻ്റെയും ചതിയുടെയും ചോരയുടെയും കഥ പറയുന്ന മാമാങ്കമായി മാറി. കൊലവിളി കേട്ടും മനുഷ്യരക്തം വഹിച്ച് ചുവന്നൊഴുകയും വേദനിച്ച നിള. പക്ഷെ ഇന്നവിടെ വീണ്ടും വേദമന്ത്രഘോഷങ്ങൾ കേട്ടു തുടങ്ങുന്നു. കൊലവിളികളോ ആർത്തനാദങ്ങളോ ഇല്ല. മോക്ഷം തേടിയെത്തുന്നവരുടെ പ്രാർത്ഥനയും ജപവും മാത്രം. ഇവിടെ രാവിലെ ആചാരപ്രകാരമുള്ള നിളാസ്നാനമുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവും മഹാദേവനും നമസ്കാരം പറഞ്ഞുകൊണ്ട് ദിവ്യമായ ഈ ദക്ഷിണഗംഗയിൽ, ഈ നിലാസിന്ധുവിൽ, ഈ നാരായണ തീർത്ഥത്തിൽ മാഘസ്നാനം ചെയ്യുന്നതിനുള്ള
സങ്കല്പം ഞങ്ങൾ കൈക്കൊള്ളുന്നു. ഇത് ഞങ്ങളുടെ പിതൃപരന്തരിയാണെന്ന് തിരിച്ചറിഞ്ഞ് അഭ്യുന്നതിക്കും രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്കും ആത്മോന്നതയ്ക്കും വേണ്ടി സ്നാനം ചെയ്യുന്നു. പിതൃപരമ്പരയെ സ്മരിച്ച് മാഘസ്നാനത്തിനുള്ള അനുവാദം പിതൃപരമ്പരകളോട് യാചിക്കുക. ിലേക്ക് പകരണം. 4 തവണയാണ് ചെയ്യേണ്ടത്. കളിക്കുക. വീണ്ടും ജലമെടുക്കുക. വീണ്ടും ജലമെടുക്കുക. കൈക്കുമ്പിളിൽ ജലമെടുക്കുക. മന്ത്രത്തിന്റെ ഒടുവിൽ സ്വാഹ എന്നൊരു ശബ്ദം കേൾക്കാം. സ്വാഹ എന്ന ശബ്ദം കേൾക്കുമ്പോൾ മൂർധാവിൽ ജലം തളിക്കുക. വേദമന്ത്രങ്ങളോട് കൂടിയുള്ള നിളാസ്നാനം പൂർത്തിയായിരിക്കുന്നു. വൈകുന്നേരം നിള ആരതി നടക്കുന്ന ആരതിഘട്ടാണ് ഈ കാണുന്നത്. 7 പീഠങ്ങളും 14 കുടകളുമാണ് ഈ ഘട്ടിലുള്ളത്. മണൽപ്പരപ്പിൻ്റെ നടുവിൽ ഒരു വലിയ യജ്ഞശാല കാണാം. മെടഞ്ഞ തെങ്ങോലകളും കവിൻ കഷ്ണങ്ങളും മുളങ്കമ്പുകളും കൊണ്ട് നിർമ്മിച്ചെടുത്ത വലിയ ഒരു യജ്ഞശാല. ഈ യജ്ഞശാല സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ വടക്ക് വശത്തുള്ള നവമൂന്നിൻ്റെയും തെക്ക് വശത്തുള്ള ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രങ്ങളുടെ നടുവിലുള്ള ഒരു സംഗമ ബിന്ദുവിലാണ്. ഈ സംഗമസ്ഥാനം ദേവിയെ സൂചിപ്പിക്കുന്നതുകൊണ്ടാവാം ശ്രീചക്രം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. യജ്ഞശാലയുടെ ഈശാനകോണിൽ ഒരു ഹോമം നടക്കുന്നുണ്ട്. നമുക്കിവിടെയൊക്കെ പല സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരെയും യോഗികളെയൊക്കെ കാണാൻ കഴിയും. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന അഘോരികളും നാഗസന്യാസികളും വരെ ഇതിൽ ഉൾപ്പെടുന്നു. എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ സങ്കടമോ ദുഃഖമോ എന്ത് വേണമെങ്കിൽ സമർപ്പിക്കാൻ മാറാം. നമ്മുടെ ചരിത്രമെല്ലാം മൂടപ്പെട്ടു. പക്ഷെ ഇന്നത് പുനരുദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. അത് നിങ്ങൾക്ക് തന്നെ കണ്ണു തുറന്നാൽ ഭാരതത്തിന്റെ പുഴയാണ്. നമുക്ക് കേരളത്തിൽ ഒഴുകുന്നതിന് കേരളപ്പുഴ എന്ന് പറയാമല്ലോ. എന്തുകൊണ്ട് ഭാരതപ്പുഴ? അവിടുന്ന് വരുന്ന പുഴകളടക്കം എല്ലാ പുഴകളും ഒന്നിച്ചു ചേർന്ന് കുറെ കടലിലോട്ട് ചേരുമ്പോൾ അത് പൊന്നാനിപ്പുഴയായി മാറുന്നുണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നിനൊന്നിന് ഇന്ന കണക്ഷൻ ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ കണക്ഷൻ. അല്ലാതെ ഒന്നും എവിടെയും ഒന്നും ആർക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സംഭവത്തെ കൊണ്ടുവന്നാൽ അത് ലോകം അംഗീകരിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. പക്ഷെ ഇതെന്തുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചു? അവർക്കറിയാം, അവരുടെ ഉന്നത മനസ്സ് ഇതിനെപ്പറ്റി ആരാய்ச்சி ചെയ്ത് ഇതായിരിക്കും സത്യം. ആ സത്യത്തെ ഉൾക്കൊണ്ടാണ് ജനലക്ഷങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാണെങ്കിലും എത്ര നേരം നിലയോടെ തീരത്തുകൂടി നടന്നാലും നമുക്ക് മതിയാവില്ല. യജ്ഞശാലയിലേക്ക് സാധനങ്ങളും പിന്നെ വിശിഷ്ടാതിഥികളെയും ആചാര്യന്മാരെയും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വള്ളമാണിത്. വിശാലമായ മണൽപ്പരപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കരിമ്പനെയും
കാറ്റിൽ എപ്പോഴും ഇളയിക്കൊണ്ട് നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന ചെങ്ങണച്ചെടികളും. ഈ മണൽപ്പരപ്പ് ഏകദേശം 80-85 ഏക്കറോളം വരുമെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദർശനം നടത്തേണ്ടത് 3 ക്ഷേത്രങ്ങളിലാണ്. പുഴയുടെ വടക്കേക്കരയിലുള്ള നവാമുകുന്ദ ക്ഷേത്രവും പിന്നെ തെക്കേക്കരയിലുള്ള ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും പുരാതന ക്ഷേത്രങ്ങളും. പുഴയുടെ അങ്ങേക്കരയിലും ഇങ്ങേക്കരയിലുമായി ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന് ഈ സ്ഥലത്തിന് പറയുന്നത്. ഉത്തരേന്ത്യയിലുള്ള ത്രിവേണി സംഗമസ്ഥാനം പോലെ ഈ ത്രിമൂർത്തി സംഗമസ്ഥാനവും വളരെ ഉത്തമമായതുകൊണ്ടാണ് ദേവതകൾ പോലും ഈ സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് പറയുന്നു. സ്വാമി ആനന്ദവനമാണ് ആ നടന്നു വരുന്നത്. ഒരിക്കൽ ഈ മണ്ണിൽ നടന്നുകൊണ്ടിരുന്ന മാഘമഹോത്സവത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൽ പിന്നെയാണ് കേരള കുംഭമേള എന്ന രീതിയിൽ ഇത്ര വിപുലമായ രീതിയിൽ ഇത് നടത്തുവാനുള്ള ഊർജം ലഭിച്ചത്. ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വറാണ് സ്വാമി ആനന്ദവനം. അഖാഡ എന്നാൽ ധർമ്മത്തിന് വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ വേണ്ടി വന്നാൽ ആയുധമെടുക്കുന്ന സന്യാസിമാരുടെ ഒരു സംഘം. പുഴയുടെ ഇങ്ങേക്കരയിൽ നമ്മളെത്തി. ഇവിടെ വരാൻ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങേക്കരയിൽ നിന്നും ഇങ്ങേക്കരയിലെത്താൻ ഏകദേശം 1 കിലോമീറ്റർ. സന്യാസിമാർ തപസ് ചെയ്ത് താവസനൂർ എന്നു പേരുണ്ടായിരുന്ന ഇപ്പോൾ തവനൂറായി മാറിയ പുഴയുടെ തെക്കേക്കര. ഈ കുളത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ശിവക്ഷേത്രം, തവനൂർ ശിവക്ഷേത്രം. ഇവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുംഭമേളയെക്കുറിച്ച് സ്വാമി ഉദിച്ചതിനെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചൊന്ന് കേൾക്കാം. കുംഭമേള എന്ന് പറയുന്നത്, കുംഭം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പൂർണ്ണ കുംഭം. അത് പൂർണ്ണതയുടെ പ്രതീകമാണ്. ഓരോ തുള്ളി വെള്ളവും ചേർന്ന് പൂർണ്ണത. എപ്പോഴും ഓർക്കണം, കുംഭമേള, കുംഭത്തിൽ മേളിക്കുന്നതാണ് കുംഭമേള. പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തിരിച്ചറിവും പ്രതിജ്ഞയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും അതിൻ്റെ തുടക്കമാണ് നമ്മളെ സംബന്ധിച്ച് കുംഭമേള. ഈ ഭാരതപ്പുഴയെ നോക്കിക്കൊണ്ട് കടലിലേക്ക് എത്തുന്ന ഭാരതപ്പുഴയുടെ ആ ഒഴുക്കിൻ്റെ തീവ്രതയാണ് എന്നിലെ ദൈവീകത എന്ന് മനസ്സിലാക്കി ആ പൂർണ്ണതയിലേക്ക് എത്താൻ ഈ ഭൂമിയാണ് എൻ്റെ ഭൂമി, കർമ്മഭൂമി, എൻ്റെ ജന്മഭൂമി, എൻ്റെ പവിത്ര ഭൂമി, എൻ്റെ മോക്ഷഭൂമി. ഇതിനപ്പുറത്തേക്ക് എനിക്ക് സ്വർഗവും നരകവുമില്ല. സ്വർഗമല്ല ഉള്ളത്, നമുക്ക് മോക്ഷമാണുള്ളത്. നമ്മൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല, നമ്മളെല്ലാവരും ഒരേ ദൈവീകതയുള്ളവരാണ്, ഒരേ പൂർണ്ണതയിലേക്ക് എത്തേണ്ടവരാണ്, ഒരു വസുദൈവ കുടുംബമായി മാറേണ്ടതാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കാൻ ഈ കുംഭമേളയ്ക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. അരയാലും പേരാലും മാവും കൂടി ഒന്നിച്ചു വളരുന്ന പ്രത്യേകതയുള്ള ഈ വൃക്ഷമാണ് തവനൂർ ശിവക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ വലതുവശത്തായി കാണുന്നത്. ധ്യാനത്തിൽ മുഴുകിയ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിനിമാർ നടത്തുന്ന ഹോമങ്ങൾ തുടങ്ങിയിരുന്നു. ഒരു പൗരാണിക കാലഘട്ടം മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തുറന്ന ആകാശത്തിൻ്റെ കീഴിൽ നദിയുടെ കരയിൽ അരയാലിൻ്റെ ചുവട്ടിൽ വേദമന്ത്രങ്ങളും ഹോമകുണ്ടങ്ങളും. ഹോമകുണ്ടത്തിൽ നിന്നും ഉയരുന്ന തീജ്വാലകൾ നോക്കി അമ്പലത്തിൻ്റെ കൽപ്പടവുകളിൽ കുറേ നേരം ഇരുന്നു. ആദ്യമായാണ് പുഴയുടെ തീരത്ത് വെച്ച്, അല്ലെങ്കിൽ പ്രകൃതിയുടെ തന്നെ മടിത്തട്ടിൽ ഇങ്ങനെയൊരു സംസ്കാരം അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. सर्वं व्याप्य नारायणस्थितः अयविश्वं देहमापादसलमस्तकः तस्य मध्ये मणिशिखा.
കൗങ്ങീൻ തോപ്പിൻ്റെ ഇടയിലൂടെ മൂന്നാമത്തെ ക്ഷേത്രമായ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള നടവഴി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തെങ്ങുംതോപ്പിൽ വെച്ച് തന്നെ ഇളനീര് വെട്ടിക്കൊടുക്കുന്ന കച്ചവടക്കാർ. കടയിൽ പോയിരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക ഫീലാണ് ഈ തെങ്ങുംതോപ്പിൽ നിന്ന് ഇളനീര് കുടിക്കുമ്പോൾ. ഏതാണ്ട് 5000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. പുഴ തന്നെയാണ് ഇതിൻ്റെ അതിര്. ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രങ്ങൾ ഒരുപാട് നശിപ്പിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഇതൊരു പുനരുദ്ധാരണ പാതയിലാണ്. ബ്രഹ്മദേവനോടൊത്ത് സരസ്വതി ദേവിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്കും കലാകാരന്മാർക്കും ഒക്കെ ഇവിടെ ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണെന്ന് പറയുന്നു. ബ്രഹ്മക്ഷേത്രം കഴിഞ്ഞു വരുമ്പോൾ മണൽപ്പരപ്പിൽ ഇങ്ങനെയൊരു താൽക്കാലിക വേദി കാണാം. ഇത് കുംഭമേളയുടെ ജ്ഞാനസഭയാണ്. വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരായ ആൾക്കാർ, ആചാര്യന്മാർ ഇവിടെ വന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഇവിടെ ഭണ്ഡാര എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന്. വിവിധ സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാർക്ക് അന്നവും ദക്ഷിണയും സമർപ്പിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഭണ്ഡാര. ഭണ്ഡാര എന്ന ഈ ചടങ്ങിന് ശേഷം നമ്മൾ വീണ്ടും രാവിലെ കണ്ട യജ്ഞശാലയിലേക്ക്. ഇപ്പോൾ സമയം 3:30 മണി കഴിഞ്ഞു. യജ്ഞശാല നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ. വൈകിട്ട് 6:30 നടക്കുന്ന നിളാരതി കാണാൻ കത്തുന്ന വെയിലിൽ കുട ചൂടിയിരിക്കുന്ന ആൾക്കാരാണ് ഇത് മുഴുവൻ. അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരുടെ ബോറടി മാറ്റിക്കൊണ്ട് പല ഓർഗനൈസേഷൻ്റെയും കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. വിവിധ ഇനത്തിലുള്ള നൃത്തം, യോഗ ആർട്സ്, മാർഷൽ ആർട്സ് അങ്ങനെ പലതും. ശ്രീമതി ആശാ സുരേഷിൻ്റെ സോപാന സംഗീതം ആസ്വദിക്കുന്ന പെൺകുട്ടി. കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും നാഗസന്യാസിമാരുമടക്കം നിളാരതി കാണാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നിള ആരതി തുടങ്ങുകയായി. നീണ്ട ശംഖുവിളിയോടുകൂടി ആരതിയുടെ ആരംഭം. പുഴയെ ദേവിയായും മാതാവായും കണ്ട് ആരാധിക്കുന്ന ഈ ചടങ്ങിന് പല ഘട്ടങ്ങളുണ്ട്. ശംഖുവിളിയോടെയും മണികിലുക്കത്തോടെയും ആരംഭിക്കുന്ന ചടങ്ങ് ദേവിയുടെ സാന്നിധ്യം ക്ഷണിച്ച് മനസ്സിനെ ആരാധനയ്ക്ക് തയ്യാറാക്കുന്നത് സൂചിപ്പിക്കുന്നു. ആദ്യ ദീപം തെളിച്ചതിന് ശേഷം തട്ടുതട്ടായുള്ള വലിയ വിളക്ക് പുഴയുടെ എല്ലാ ദിക്കുകളിലേക്കും ഒഴിയുന്നു. ഇത് ബ്രഹ്മാണ്ഡത്തിലെ എല്ലാം പുഴയ്ക്ക് സമർപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പിന്നീട് ദീപം കത്തിച്ച് ചുഴറ്റി അന്തരീക്ഷം മുഴുവൻ ശുദ്ധീകരിക്കുന്നു.
കർപ്പൂരം കത്തിച്ചുള്ള ആരതി കത്തിയ കർപ്പൂരം പോലെ ഒന്നും അവശേഷിപ്പിക്കാതെ അഹങ്കാരത്തെ പൂർണ്ണമായും ദൈവത്തിൽ ലയിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പിന്നീട് പുഴയ്ക്ക് പുഷ്പം സമർപ്പിച്ചതിന് ശേഷം മയിൽപ്പീലി ഒഴിഞ്ഞ് പുഴയ്ക്ക് രാജകീയ പ്രൗഢിയും കൽപ്പിക്കുന്നു. വീണ്ടും ശംഖുവിളിയിലൂടെ ആരതി സ്വീകരിക്കണമെന്ന് പുഴയോട് അഭ്യർത്ഥിക്കുന്നു. പിന്നീട് പുഴയെ ശാന്തമായി വിശ്രമിപ്പിക്കൽ കുറിക്കുന്ന ശാന്തമായ ചാമരം ഒഴിയൽ. ആരതിയുടെ സമാപനം. പണ്ഡിറ്റുകൾ പുഴയിലേക്ക് പൂജവസ്തുക്കൾ സമർപ്പിക്കാൻ ഇറങ്ങുന്നു. Thank you.